സഹോദരങ്ങളെ, ഒരു പിതാവിൻ്റെ മുഖം സന്തോഷത്താൽ വിടർന്ന് പ്രകാശിക്കുക മക്കൾ തന്നെ അനുസരിക്കുമ്പോഴാണ്. മക്കൾ തൻ്റെ കൽപ്പനകൾ കൃത്യമായി പാലിച്ച് അവിടുത്തെ സന്നിധിയിൽ നിൽക്കുമ്പോൾ പിതാവിൻ്റെ മുഖം താനെ പ്രകാശിക്കുന്നു. എന്താണ് പിതാവായ ദൈവത്തിൻ്റെ കൽപ്പനകൾ? നീ നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുക. നിൻ്റെ അയൽക്കാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കുക. ഈ രണ്ട് കൽപ്പനകളിൽ സഹോദരങ്ങളെ സമസ്ത നിയമങ്ങളും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു എന്ന് കർത്താവ് പറഞ്ഞു. എല്ലാ ദൈവ നിയമങ്ങളും ദൈവകൽപ്പനകളും ഈ രണ്ട് നിർദ്ദേശങ്ങളിൽ ഒതുങ്ങിയിട്ടുണ്ട്. ആരാണ് എൻ്റെ അയൽക്കാരൻ? കർത്താവ് ആ നിയമപണ്ഡിതനോട് ഒരു എക്സാമ്പിൾ പറഞ്ഞു, ഒരു പാരബിൾ. കർത്താവ് ഒരു നല്ല സമരിയക്കാരൻ്റെ ഉപമയാണ് പറഞ്ഞു കൊടുത്തത്. ഒരുവൻ ജെറുസലേമിൽ നിന്ന് ജെറീക്കയിലേക്ക് പോവുകയായിരുന്നു. അവൻ കവർച്ചക്കാരുടെ കയ്യിൽപ്പെട്ടു. അവർ അവൻ്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുത്ത് അവനെ പ്രഹരിച്ച് അർത്ഥപ്രാണനാക്കിയിട്ട് പോയി കളഞ്ഞു. ഒരു പുരോഹിതൻ ആ വഴിയെ വന്നു. അവനെ കണ്ട് മറുവശത്തുകൂടെ കടന്നുപോയി. അതുപോലെ ഒരു ലേവായനും അവിടെ വന്നപ്പോൾ അവനെ കണ്ടെങ്കിലും കടന്നുപോയി. എന്നാൽ ഒരു സമരിയക്കാരൻ യാത്രാമധ്യേ അവൻ കിടന്ന സ്ഥലത്ത് വന്നു. അവനെ കണ്ട് മനസ്സലിഞ്ഞ് അടുത്ത് ചെന്ന് എണ്ണയും വീഞ്ഞുമൊഴിച്ച് അവൻ്റെ മുറിവുകൾ വെച്ചുകെട്ടി തൻ്റെ കഴുതയുടെ പുറത്ത് കയറ്റി ഒരു സത്രത്തിൽ കൊണ്ടാക്കി പരിചരിച്ചു. അടുത്ത ദിവസം സത്രം സൂക്ഷിപ്പുകാരൻ്റെ കയ്യിൽ 2 ദനാറ കൊടുത്തിട്ട് പറഞ്ഞു, ഇവൻ്റെ കാര്യം നോക്കിക്കൊള്ളണം. കൂടുതലായി എന്തെങ്കിലും ചിലവാകുന്നെങ്കിൽ ഞാൻ തിരിച്ചു വരുമ്പോൾ തന്നുകൊള്ളാം. കവർച്ചക്കാരുടെ കയ്യിൽപ്പെട്ട ആ മനുഷ്യൻ ഈ മൂവരിൽ ആരാണ് അയൽക്കാരനായി വർത്തിച്ചത്? ആ നല്ല സമരിയക്കാരനാണ് യഥാർത്ഥ അയൽക്കാരൻ എന്ന് നിയമജ്ഞൻ സമ്മതിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, നീയും പോയി അതുപോലെ ചെയ്യുക. അതേ സഹോദരങ്ങളെ, നല്ല സമരിയക്കാരനാവുക, നല്ല സമരിയക്കാരിയാവുക എന്നതാണ് പിതാവിനെ സ്നേഹിക്കുന്ന മക്കളായ നമുക്ക് ലഭിച്ചിരിക്കുന്ന കൽപ്പന. ഈ കൽപ്പന കൃത്യമായി മക്കളായ നാം പാലിച്ച് കാണുമ്പോൾ നമ്മുടെ പിതാവിൻ്റെ മുഖം പ്രകാശിക്കുന്നു. മക്കൾക്ക് വേണ്ടതെല്ലാം നൽകുകയും ചെയ്യുന്നു. മക്കൾ രക്ഷ അനുഭവിക്കുന്നു. നമുക്ക് നമ്മുടെ പിതാവിൻ്റെ കൽപ്പന അനുസരിക്കാം. നമുക്ക് നല്ല സമരിയക്കാരാകാം. അവിടുത്തെ മുഖം പ്രകാശിക്കട്ടെ. അതാണ് രക്ഷാമാർഗം.